അങ്ങനെ വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിൽ മോഹൻ ബഗാൻ വിജയിച്ചിരിക്കുകയാണ്. ISL 11ാം സീസണിലെ ജേതാക്കളായിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. മത്സരത്തിലെ ഫസ്റ്റ് ഹാഫിൽ തീർത്തും നിറം മങ്ങിയ പ്രകടനമായിരുന്നു മോഹൻ ബഗാൻ കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ മോഹൻ ബഗാൻ മികച്ച അറ്റാക്കിംഗ് ഫുട്ബോളായിരുന്നു കളിച്ചിരുന്നത്. സഹലിന്റെയും അതുപോലെ തന്നെ ആഷിഖിന്റെയും ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മോഹൻ ബഗാന്റെ അറ്റാക്കിംഗ് കൂടുതൽ ശക്തമാക്കാൻ സഹായിച്ചു. ബംഗളൂരു FC മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ആൽബർട്ടോ റോഡ്രിഗസിന്റെ ഒരു ഓൺ ഗോളിലൂടെ മത്സരത്തിൽ ബംഗളൂരു FC ആയിരുന്നു ആദ്യം ലീഡ് എടുത്തത്. പിന്നീട് ജെയ്സൺ കമ്മിങ്സിന്റെ ഒരു പെനാൽറ്റി ഗോളിലൂടെ മത്സരത്തിൽ മോഹൻ ബഗാൻ തിരിച്ചു വരികയായിരുന്നു. ഫുൾ ടൈം അവസാനിക്കുമ്പോൾ 1-1 എന്ന സ്കോറിലായിരുന്നു മത്സരം അവസാനിച്ചത്. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടന്നപ്പോൾ ജെമൈ മാക്ലാറിന്റെ ഒരു ഗോളിലൂടെ മോഹൻ ബഗാൻ രണ്ടാമത്തെ ഗോളും നേടുകയായിരുന്നു. ജെമൈ മാക്ലാറിന്റെ ഒരു ഗോളിലൂടെ മോഹൻ ബഗാൻ മത്സരത്തിൽ വിജയം ഉറപ്പിക്കുകയായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു FCക്ക് അനുകൂലമായിട്ട് പെനാൽറ്റി ലഭിക്കേണ്ട ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. റയാൻ വില്യംസിന്റെ ഒരു ക്രോസ് ബോക്സിനകത്ത് നിന്ന് സുഭാഷിഷ് ബോസിന്റെ കയ്യിൽ തട്ടിയിരുന്നു. എന്നാൽ റഫറി അത് പെനാൽറ്റി ഒന്നും വിധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ISL 11ാം സീസണിലെ ഷീൽഡും കിരീടവും നേടാൻ മോഹൻ ബഗാൻ അങ്ങനെ സാധിച്ചിരിക്കുകയാണ്.